130ാമത് മാരാമൺ കൺവെൻഷൻ ഇപ്പോൾ DSMC മീഡിയയോടൊപ്പം ആയിരിക്കുന്നത് റാന്നി നിയോജക മണ്ഡലത്തിൻ്റെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് പ്രമോദ് നാരായണനാണ്. വേറെ നമസ്കാരം സർ. അപ്പം മാരാമൺ കൺവെൻഷൻ ആരംഭിക്കുന്ന ഈ വേളയിൽ എന്താണ് പറയാനായിട്ടുള്ളത്? മാരാമൺ കൺവെൻഷൻ ലോകത്തിലെ തന്നെ അത്ഭുതകരമായ ഒരു ആത്മീയ ആഖ്യാനമാണ്. പമ്പയുടെ തീരത്താണ് നമ്മുടെ മുൻഗാമികൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ 130 വർഷം മുമ്പ് ഇത്തരമൊരു ഒത്തുചേരൽ സൃഷ്ടിച്ചത്. അതൊരു മഹാപാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിൻ്റെ തുടർക്കണിയാകാൻ നമുക്കൊക്കെ ഭാഗ്യം കിട്ടുന്നു എന്നുള്ളതിൽ നമുക്ക് ഈശ്വരനോട് നന്ദി പറയാം. നാം ജീവിക്കുന്ന കാലം പലതരത്തിലുള്ള എന്താണ് യഥാർത്ഥ സന്തോഷം, യഥാർത്ഥ ആനന്ദം, ഇത് തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയപ്പെടാതെ പോകുന്നൊരു കാലമാണ്. ഭൗതികമായ സന്തോഷങ്ങളുടെ പുറകെയാണ് നമ്മളെല്ലാവരും. മനുഷ്യരായതുകൊണ്ട് തന്നെ നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ, ആസക്തികൾ, നമ്മളുടെ അഭിനിവേശങ്ങൾ. എന്നാൽ ഇതിനകത്ത് ആനന്ദം എന്നൊരു കാര്യമുണ്ട്. ആ ആനന്ദം എന്ന് പറയുന്നത് തീർച്ചയായും ദൈവത്തിലേക്ക് അലിഞ്ഞു ചേരുമ്പോൾ. ഓരോ മനുഷ്യനും പ്രാർത്ഥനയുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്നു. പക്ഷെ പ്രാർത്ഥനയുടെ പൊരുൾ എന്താണ് എന്നറിയലാണ് പ്രധാനം. കഴിഞ്ഞ തവണത്തെ മാരാമൺ കൺവെൻഷനിൽ അഭിനന്ദനായ തെഡോഷ്യസ് തിരുമേനി പറഞ്ഞൊരു കാര്യമുണ്ട്. ആത്മീയമായ രൂപാന്തരം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇംഗ്ലീഷിൽ ട്രാൻസ്ഫർമേഷൻ എന്നാണ് നാം പറയുന്നത്. നമുക്ക് നിരന്തരമായ രൂപാന്തരത്തിലേക്ക് പോവുക, അത്തരമൊരു സഞ്ചാരമുണ്ടാവുക, നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടുന്ന പലതരത്തിലുള്ള ഭൗതികമായ ആഗ്രഹങ്ങളുടെ അടരുകളിൽ നിന്ന് മോചിപ്പിച്ച് സ്വയം മോചിതരായി ആ വലിയ വെളിച്ചത്തിലേക്ക് അലിയുക. അതിന് ഏറ്റവും പ്രധാനമാണ് വേദപുസ്തകം അതറിയുക, അതിൻ്റെ അർത്ഥങ്ങൾ അറിയുക, അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ അറിയുക, അതിലൂടെ സഞ്ചരിക്കുക. അതിനെല്ലാം ഉള്ള വലിയ വഴിയാണ് നമുക്ക് ഇത്തരത്തിൽ ഒരുക്കാൻ കഴിയുന്നത്. അതിനെല്ലാ ഭാവുകങ്ങളും ഏറ്റവും ആദരവോടുകൂടി നേരുകയാണ്. താങ്ക് യു.